കഞ്ചാവ് കഞ്ചാവാക്കാം. അതാ തോട് മതി. 3 മില്യൺ വ്യൂ കിട്ടിയതിന്റെ ആഘോഷം നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോയത് തോട്ടിലിറക്കിയത്. കുക്കിങ് തുടങ്ങാൻ പോവാത്. നമ്മൾ തോട്ടിലെ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ നല്ല ശുദ്ധമായ കിണറ്റിലെ വെള്ളം യൂസ് ചെയ്യുന്ന വെള്ളം കൂടിയിട്ട് വരാം. ശിക്ഷക്ക് വിധിച്ച നമുക്ക് ഇനി ചിക്കൻ കഴുകാം. കയ്യിലെടുക്കും ക്ലോസത്തിൽ പോലും കിട്ടണമായിരുന്നു അപ്പോഴോ. അപ്പം നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടി നമ്മൾ എടുത്തത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ്. ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അധികം ആൾക്കാരില്ല, നമ്മൾ കുറച്ച് ആൾക്കാരില്ല, അപ്പോൾ കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മാരിനേഷൻ തുടങ്ങാം. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചിക്കൻ ഉരുട്ടണം. ഉരുട്ടില്ലെങ്കിൽ തല്ലിങ്ങനെ പദം വരുത്തണം. ഓക്കെ, അപ്പം അടിച്ചു വരുന്ന ചിക്കൻ ആകുമ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തണം. അതിൻ്റെ ബാക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കണം. എന്താണ് കേട്ടോ കുട്ടിയെ, അതിനെ കൊല്ലാനല്ല. ഇനി ബ്രോസ്റ്റിന് വേണ്ടിയിട്ടുള്ള നാടൻ മസാലകളാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ടേസ്റ്റ് ആയില്ലെങ്കിൽ ചതച്ച് ജിഞ്ചർ ഗാർലിക്. ഇതിന് ബ്രോസ്റ്റ് ആവൂലേമ്മ? ബ്രോസ്റ്റ് അറിയാം ഇതല്ലല്ലോ. നാടൻ വീട്ടിലെ മുളക് വെച്ച് പൊടിച്ച ആരുടെയോ വീട്ടിൽ അതെയോ മുളക് പൊടി. അതന്നെ മുളക് പൊടി. മുളക് പൊടി എന്ന് പറഞ്ഞിട്ടില്ലേ? മല്ലിപ്പൊടി തീരാനായി. മല്ലിപ്പൊടി വാങ്ങാൻ ഓർമ്മിക്കാം. മല്ലിപ്പൊടി, ഉപ്പിട്ട് ശരിക്കും ക്രഷ്ഡ് പെപ്പറാണ് വേണ്ടത്. ക്രഷ് ചെയ്തില്ലാത്തതുകൊണ്ട് സ്പൈസി ബ്രോസ്റ്റഡാണ്. അപ്പം ക്രഷ്ഡ് ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടി. എരിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം ചതച്ച മുളക്. എന്താ പറയുന്നത്? അതിന് വേറെന്താ പറയാമല്ലോ? ചില്ലി ഫ്ലേക്സ്. യെസ്. ജിഞ്ചർ പൗഡർ, ചുക്ക് പൊടി. അല്ല, അതിന് വെള്ളത്തിൽ വെച്ച് അടിച്ചിട്ടുണ്ടാകും, പിന്നെ പൊടിയോ പൗഡർ ആവും. അത് ടേസ്റ്റ് അല്ലേ ആവുക വെള്ളം കൂട്ടി അടിച്ചാൽ? ഇവളീ കൂട്ടി പരിപാടിക്ക് വന്നേ. ഇത് അതെ കഞ്ചാവ്. കഞ്ചാവാ? ഇത് കാസർഗോഡ് മാത്രമേ കണ്ടുവരുന്നത്. കഞ്ചാവല്ല. കഞ്ചാവിന്റെ ഇല എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. വടവിച്ചാട് തോട്ടിന് ബോധം കെട്ട് കാണാം. അപ്പം കസൂരി മെത്തി, തമ്പാക്ക. എന്തോ ഞാൻ ഇംഗ്ലീഷ് ടീച്ചറല്ലോ. അയ്യോ ദേ പോണു പിടിക്ക്. അതിന് മതി, ലവണം വയ്ക്കുന്നില്ല. ഉപ്പ്
കൊടയുണ്ട് ഒരു കൊട. മഴ വന്നാൽ ഗൈസ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റും. ഉറങ്ങിക്കടാ സുഫ്ലാമ്. ഞാൻ പറയുന്ന പറയണേ, ഞാൻ പിന്നെ അതിന് കോപ്പിറൈറ്റ് ഒന്നും തരുവാ? നീ തരുമോ? കോപ്പിറൈറ്റ് തരുമോ അതിന്? മറ്റേ കമന്റ് കുളിര ഇയാളെ ഇരക്ക് തരുമോ? ഓള് പറഞ്ഞത് നിന്റെ ബൈക്കൊക്കെ ഉണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വാഴയില റെസ്റ്റ് ചെയ്യണോ? വാഴയില ഇതും ഞാൻ തോട്ടിൽ കഴുകുക. ഞാൻ അവിടെ പൈപ്പ് പോയി കഴുകും. വേണേ കഴുകുന്നേ കാണിച്ചു തരും. ഇനി തോട്ടിൽ വെച്ച് കഴുകുന്ന ആരും പറയരുത്. അപ്പൊ അടുപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ടാസ്കിന്റെ പരിപാടി. അടുപ്പ് എത്തിക്കാൻ അറിയോ? ഇല്ലേ? അപ്പൊ അടുപ്പ് ഇവിടെ കൂട്ടാനാ പരിപാടി. ചെറിയൊരു ചീൻചട്ടി വെക്കാൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കത്തുമെന്നറിയില്ല, ഇപ്പം മഴ പെയ്തതേല്ലോ. വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ മഴ കത്തും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ കത്തുന്നുണ്ടെങ്കിൽ ഇവിടെ കത്തിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിക്കാം. എന്തൊക്കെ ഒന്നും സംഭവിക്കുമായിരിക്കും. ഓക്കെ, വലിയ മില്യണലായിട്ട് എന്നെ എടുത്തായിട്ട് പൈസ മാത്രം. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന നമ്മൾ ഒരു ചാനലും കൂടി ഉണ്ടായിനി. അതിന് കുറെ നാളായി വീഡിയോയിൽ ഇട്ടിട്ട്. അത് പിന്നെ ഇനി ആക്റ്റീവ് ആക്കിയിട്ട് വരണം. അതിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും അഗ്നിദേവനും പ്രാർത്ഥിച്ചിട്ട് കത്തിക്കും മോളെ. കാട്ടിലെടുത്ത് ഇപ്പൊ കാട്ടു എന്റെ വാഴ കൃഷി. ആകെ 2 തീപ്പെട്ടി ഉണ്ടായിട്ട് വേണം. ഗൈസ് കണ്ടോ എങ്ങനെ കത്തിക്കുന്നതാണ്? 16 15. അതാ തോട് മലിനമായി. തോട് മലിനൊക്കെയാണ് അതിന്റെയും കൂടി. എന്തല്ല ചെരുപ്പിട്ട് തോട്ടിറങ്ങാൻ പാടില്ല. ഇതെന്തല്ല അമ്പല? ഇതെന്തൊന്ന് കൈ കത്തിക്കാനല്ല കഴുത. ഇങ്ങനെയാണ് തീപ്പെട്ടി ചെത്തി കത്തിക്കണ്ടത്. നീ ഊർന്നടാ, നീ ഊർന്നത്. എടി ഞാനിവിടെ നിന്ന് കട്ടല്ല നിന്റെ വട്ടാണ്. ഇതിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. നടക്കും തോന്നില്ല. കുറെ നേരമായി നോക്കുന്നത്, ഇത് കത്തുന്നില്ല. പുക മാത്രമേ ഉള്ളൂ. ഇനിയും നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് പോകുന്നേലൂ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ പോയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് കഴിക്കാം ഇലയിലിട്ട്. മഴ വരാൻ ടെൻഷൻ. നല്ല മഴക്കാറുണ്ട്. ചതിച്ചു ഗൈസ്, മഴ ചതിച്ചു. ഇംഗ്ലീഷ് ടീച്ചറാന്ന് ഡയലോഗ് വേണ്ട. ഇത് മൈദ. ഓക്കെ, ഇതിന്റെ പകുതിയായില്ലേ, ഒരു കാലും കൂടി വേണം. ഓക്കെ, ഇനി ഇതിലേക്ക് വെള്ളം മറിഞ്ഞാലോ. കുരക്കണം മറ്റേ സാധനം കമുത്ത് എന്താ ഞാൻ പറയല്. വെള്ളം നോക്കി നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ.
നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചടിക്കാം. ഇപ്പം ഡ്രൈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മൈദ, 1 സ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം എല്ലാ പ്രശ്നവും കൊടുക്കും. വീഴുന്നില്ലടാ. നീ ഹെൽപ്പ് വേണം. ഡിങ്കനാണ് നമ്മുടെ ഹെൽപ്പിന് വിളിച്ചാൽ പെട്ടെന്ന് ഓടി വരും. ന്യായാവി ഫോൺ ക്രീം കുത്തിച്ചാത്ത കറക്റ്റാ. കസൂരി ഏത് ഈ ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഓക്കെ. എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ആകെ സാധനം എടുത്ത് പൊരിച്ചാൽ മാത്രം മതി. തള വരുന്നുണ്ട്. അപ്പോൾ എടുക്കുക, പീസ് എടുക്കുക, ഫുൾ കവറേ നല്ലോണം എടുത്തതിന് മുകളിലേക്ക് തട്ട്. ഇനി ഒന്ന് പിടിച്ച് ഞെക്ക് അതിനെ. എല്ലാ സൈഡിലാവട്ടെ. എന്നെടുത്ത് ഇനി ഒന്ന് കൊടകട. ഓക്കെ ആ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. ഫോക്കസ് ചെയ്യും. ഓക്കെ ഇങ്ങനെ വിട്ട് കിട്ടണം. ഓക്കെ കേട്ടോ. പൊളി സാധനം. അച്ഛൻ ഞാനാക്കായതാ ഡബ് ചെയ്തു ഇടയല്ലോ. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഏത് നമ്മൾ സെർവിങ് വാഴയിൽ കൊണ്ടിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല വാഴയാത്രയോ കൊള്ളുത്. കുഴപ്പമില്ല, അത്ര ടേസ്റ്റ് ഉള്ളില്ല. ടേസ്റ്റിന് മുകളിൽ സൈഡിൽ ഞാൻ ഭാര്യയുടെ മരണം. തെറ്റതാണ്. അപ്പം നമ്മുടെ വീഡിയോസിന് ഇത്രയും ലൈക്സും വ്യൂസും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.